എല്ലാവരും ചുണ്ടുമേ കഞ്ചാവിന്റെ ഒരു ബീഡി ഉണ്ടാവും. കഞ്ചാവ് കൊടുത്താലും എന്തെങ്കിലും ആരോഗ്യത്തിന് കുറവില്ല. വഴിയിൽ നിന്നിട്ട് കഞ്ചാവ് സിമ്പിളായിട്ട് കളിക്കാം. ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പതുക്കെ ഫോണൊക്കെ മാറ്റി ഗോപ്രോളിക്ക് വന്നിട്ടോ. നമുക്കൊരു പേടി. താജ്മഹല്, ജമൈക്കയിലെ താജ്മഹല്. ഹലോ, ഗുഡ് മോർണിംഗ് ജമൈക്ക. നമ്മൾ ഇന്നലെ വൈകിട്ടെത്തി, ജമൈക്കയിലെത്തി. ജമൈക്ക അടിക്കാൻ പോട്ടെ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷമല്ലേ ലൈറ്റൊക്കെ കാണുമ്പോഴേ, നമ്മൾ US-ലും UK-ലൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ നാട്ടിലത്തെ വെളിച്ചം കിട്ടൽ വളരെ കുറവല്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഈ ലൈറ്റ് നമ്മൾ ആസ്വദിക്കണം. ഇവിടെ ഇരുന്നിട്ട് കാണാൻ നോക്കിയാൽ ഇവിടെ ഒരു കസേര ഉണ്ട്. ഇവിടെ ഇരുന്നിട്ട് കാണുന്ന വ്യൂ നോക്കി നിങ്ങൾ. ജമൈക്ക നമ്മൾ വേറെ ലെവലിൽ അടിക്കാൻ പോകണം. നമ്മളിന്ന് ജമൈക്കൻ കാഴ്ചകൾ, ബോബ് മാർലിയുടെയും ഹുസൈൻ ബോൾട്ടിൻ്റെയും അതിനുപരി ഭക്ഷണം ഒക്കെ പറഞ്ഞ് ജമൈക്കൻ ഫുഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാലോ, അമ്മാരിത്തെ റേഞ്ചിലുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടതും കേട്ടതും അത് എക്സ്പീരിയൻസ് ചെയ്യാനും കൂടിയാണ് നമ്മൾ വന്നത്. ട്രാവലിസ്റ്റയുടെ 63ാമത്തെ രാജ്യമായിട്ടുള്ള ജമൈക്കൻ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ ഉണ്ടോ പറഞ്ഞാൽ മതിയില്ലേ, പവറല്ലേ. ഇത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ കുറേ നാൾക്ക് ശേഷം ഉണ്ടല്ലോ പുതിയ രാജ്യം അടിച്ചതിൻ്റെ സന്തോഷം ഇതിൻ്റെ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടാണ് ഇത് കാണുന്നത്. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ ഭാഗമാണ്. കണ്ണഞ്ചാട് രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ചെയ്യണം നമ്മൾ കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എനിക്ക് ഒരു കാപ്പിയൊക്കെ എടുത്ത് ഈ കസേരമിരുന്ന് നേരെ മുമ്പിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ജമൈക്കൻ കാഴ്ചകളും ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോണ്ടല്ലോ നമ്മുടെ നാട്ടിലത്തെ വീടുകൾ തന്നെയെന്ന് നിങ്ങൾക്ക് എന്താ തോന്നണേ. ആ വീടൊക്കെ സ്വല്പം മാറ്റമുണ്ട്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ നോക്കുമ്പോൾ ഒരു സ്ട്രക്ചർ വൈസും കാലാവസ്ഥ ശരിക്കും നാട് തന്നെ, വേറെ ഒന്നും പറയാനില്ല. കേരളത്തിൽ നിന്ന് 7 കടലും താണ്ടി അല്ലെങ്കിൽ 7 കരകൾക്കപ്പുറമാണ് ഈ ഒരു രാജ്യമെങ്കിലും എന്താ പറയുക, നാടുമായി ഒരുപാട് സാമ്യമുണ്ട്. കരീബിയൻ ഐലൻഡ് അതൊക്കെ നമുക്ക് വഴിയെ പറയാം. ഈ വീടൊക്കെ നമ്മുടെ നാടായിട്ട് ബന്ധത്തിൽ കുറവാണെന്നുണ്ടല്ലേ ഞാൻ പറയാൻ കാരണം വെച്ചില്ലേ, എല്ലായിടത്തും മതിലൊക്കെ ഇട്ട് തിരിച്ച് മൾട്ടിപ്പിൾ കളറിലുള്ള വീടുകളും പരിപാടികളും. ഇത് വേപ്പിൻ്റെ ഇലയിലേക്ക് നിൽക്കുന്ന സാധനമുണ്ടല്ലോ, വേപ്പിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. നോക്കിയാൽ വേപ്പിൻ്റെ ഇലത്തെ എല്ലാവരും വലിപ്പം തന്നെ ബോധം പൂട്ടാം. അവിടെ എന്തോ ഒരു കായ നിൽക്കുന്നുണ്ടോ നോക്കിയാൽ. അതാണെന്നുകൊണ്ട് ഇവിടുത്തെ നാഷണൽ ഫ്രൂട്ട് നോക്കാം എന്തൊക്കെ പറഞ്ഞു കേട്ടു. പക്ഷേ നമുക്ക് ഇവർ വന്നാലും അതൊക്കെ അറിയാൻ പറ്റില്ലടാ. എന്തായാലും നമുക്ക് പതുക്കെ ഇറങ്ങാം. അപ്പോൾ കണ്ണൻ ചേട്ടൻ രാവിലെ തന്നെ ആസ് യൂഷ്വൽ വരുമെന്ന് പറഞ്ഞാൽ വന്നു. ഇന്നത്തിരി നേരം വൈകി ഞാൻ എണീറ്റപ്പോൾ. ഇന്നലത്തെ 2-3 ദിവസം ക്ഷീണമുള്ള കാരണം. പിന്നെ ഒരു പുതിയ ഒരാള് നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. പറയും മനസ്സോർക്ക് പേര്? എറണാകുളത്ത് എവിടെ എന്ന് പറയും. ഓക്കെ. അപ്പൊ ഇവിടെ ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരെ വർക്ക് ചെയ്യാൻ അത് പറഞ്ഞ കെയ്മൻ ഐലൻഡിനെ പറ്റി പറയും. കെയ്മൻ ഐലൻഡിലേക്കുള്ള വരവും പോക്കൊക്കെ എങ്ങനെയാന്ന് പറയും. ഓക്കെ. എങ്ങനെയുണ്ട് ജമൈക്ക? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല സ്ഥലമാണ്. റഗ്ഗേ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഫേമസ് പ്ലേസ് ആണ്. എല്ലാരും വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ്. ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നേഴ്സായിട്ട് വർക്ക് ചെയ്യണോ? ഫാമിലി ഉണ്ട് അവിടെ? ഫാമിലി ഉണ്ടായിരുന്നു. ഇപ്പൊ നാട്ടിലാണ്. തിരിച്ചു വരും? വരും തീർച്ചയായിട്ടും. അപ്പോ കാരണം നമുക്ക് നമ്മുടെ ജമൈക്കൻ കാഴ്ചകളിലേക്ക് കിടക്കാം. പവറാക്കണം അഗൈൻ. അപ്പൊ ഇത് തിരിച്ച് കേമയിലേക്ക് പോകും. അങ്ങോട്ട് വരും. ഒരു 3-4 ദിവസം ഞങ്ങളുടെ എത്തും ഞാൻ. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ ജമൈക്കൻ കാഴ്ചകളിലേക്ക് നമ്മൾ കിടക്കാട്ടോ. നമ്മൾ താമസിക്കുന്ന വീടാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ മലയാളികൾ വേറെ ഉണ്ട് ഈ അടുത്ത്? ഇവിടെ ജമൈക്ക മൊത്തം മലയാളീസ് 100 പേരുണ്ട്. ഓക്കെ. അപ്പൊ അതില് ഒരു 35 പേര് ഞങ്ങളുടെ ഫാമിലിയിലാണ്. 35 പേര് നിങ്ങളാണ്. ബാക്കി 65 പേരെ പുറത്തുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ കിങ്സ്റ്റണിലെ ഒരു 60-65 പേര് പുറത്തുണ്ട്. ബാക്കി ഓൾ ജമൈക്കയിലാണ്. ജമൈക്ക ഇത്തിരി സ്വല്പം വലിപ്പമുള്ള കാരണം അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട്. കൂടുതൽ നഴ്സുമാരും ബിസിനസ്സുകാരൊക്കെ ആവല്ലേ. വീടുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ടല്ലേ, നമ്മുടെ നാട്ടില് ഒരു മലയോര പ്രദേശത്ത് പോണ പോലത്തെ അതേ ഒരു ഫീലിംഗ് ഉണ്ട്. ഈ മതിലടക്കം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഏത് നാട്ടിൽ പോയാലും ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ തനത് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ
ജമൈക്കയിലത്തെ നമ്മളിന്ന് പോണത് ജമൈക്കൻ മാർക്കറ്റിലേക്കാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇത്തിരി തിരക്ക് ഉണ്ടാവുക കുറവാന്നുള്ളേ. ഇന്ന് തിരക്ക് കുറവായിരിക്കും, കാരണം ശനിയാഴ്ചയാണ് ഇവിടെ മാർക്കറ്റ്. സൺഡേ ആയതുകൊണ്ട് കുറച്ച് കാണും, നമുക്ക് മാക്സിമം പോയി കവർ ചെയ്യാം. അപ്പൊ നമ്മള് ജമൈക്കൻ മാർക്കറ്റ് കണ്ടുകൊണ്ട് നമ്മുടെ വെടി തുടങ്ങാടെ പതുക്കെ. ഒപ്പം തന്നെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. എല്ലാ കാര്യങ്ങളും കേൾക്കുമ്പോൾ ഒരു പുതുമയാണ്. അപ്പോൾ ഓരോന്നോരോന്നേരം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇതൊക്കെ ഒരു ആഫ്രിക്കൻ ടച്ചുണ്ട് ഇവിടുത്തെ വീട് ചെറുത് അല്ലേ? ടൗൺ ഹൗസ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാ വീടും ഒരുപോലെയാണ്. ഒരു ബെഡ്റൂമോ 2 ബെഡ്റൂമോ, താഴെ ഹോളും കിച്ചണും. ഇവിടെ ഒരു 2 ബെഡ്റൂം വീട് വാങ്ങണമെങ്കിൽ എന്ത് ഉറപ്പിണ്ട് നാട്ടിലത്തെ? അത് ഓരോ ഏരിയക്കാണ്. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ യു എസ് എംബസിയുടെ അടുത്താണ് നമ്മുടെ ഈ ഏരിയ. ഏറ്റവും എക്സ്പെൻസീവ് ഉള്ള ഏരിയ ആണ്. പിന്നെ ജമൈക്കയെ സംബന്ധിച്ച് ഇവിടെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ നാട്ടില് ഇച്ചിരി പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന മലമുകളിലും കാശുള്ള താമസിക്കുന്ന ടൗൺ സൈഡിലുമാണ്. ഇവിടെ അങ്ങനെയല്ല. ജമൈക്കയിലെ കാശുകാരെല്ലാം താമസിക്കുന്ന മലമുകളിലാണ്. ബോളിവുഡ് പോലെ മലമുകളിൽ താമസിക്കുന്നത്. അതാണ് ജമൈക്കയുടെ പ്രത്യേകത. മലമുകളിൽ വീട്ടിലെ എക്സ്പെൻസീവ് ആണ്. കാശ് കൊടുക്കും. നമ്മൾ ഇന്നലെ വരുമ്പോ കണ്ട ബൊഗെയിൻ വില്ല കേട്ടോ. എല്ലായിടത്തും കടലാസ് നോക്കിയാൽ ഓരോ കളറുകൾ കേട്ടോ. ബൊഗെയിൻ വില്ലകളിലൊക്കെ സ്പെഷ്യൽ സംഭവം നമുക്ക് കാണണ്ട കളറുകൾ. ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നില്ല കേട്ടോ, അതിന് യാഥാർത്ഥ്യം. ഇവിടെ അധികം ആൾക്കാർ ഇങ്ങനെ വീഡിയോ പരിപാടി ആയിട്ടൊന്നും അധികം വന്നിട്ടില്ല തോന്നുന്നില്ല. ഇല്ല, അതായത് ജമൈക്കൻ ആദ്യമായിട്ടൊരു മലയാളി വ്ളോഗർ വരുന്നത് സാന്റപ്പറാണ്. വേറെ ആൾക്കാർ തമിഴന്മാര് ഹിന്ദിക്കാര് അങ്ങനെ 4 പേര് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് മലയാളി വ്ളോഗർ വരുന്നത്. ഓ അടിപൊളി. അപ്പൊ അതിനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും അതിനൊരു ഭാഗ്യം കിട്ടി. ജമൈക്ക എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് നമ്മുടെ മലയാളിക്കുള്ളിൽ കണ്ടന്റുകൾ എത്തിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം. അതൊരു ഭാഗ്യല്ലേ? അതൊരു ഭാഗ്യം തന്നെ. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ വരുന്ന വണ്ടികൾ ഒട്ടുമിക്ക ജപ്പാനിൽ നിന്ന് വരുന്ന വണ്ടികളാവൂല്ലേ? അത് 10 വർഷം കഴിഞ്ഞ വണ്ടികളാണോ? അതിനും ബ്രാൻഡ് വണ്ടികളും നമ്മുടെ പൈസ ഇതുപോലെ വാങ്ങിക്കാം. അങ്ങനെയുള്ള വാങ്ങിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. സെക്കൻഡ് ഹാൻഡ് വരുന്നുണ്ടല്ലേ? സെക്കൻഡ് ഹാൻഡ് വരുന്നുണ്ട്. 2-3 ആ വണ്ടിയൊക്കെ സെക്കൻഡ് ഹാൻഡ് ഉണ്ട്. ഇത് ജപ്പാൻ വണ്ടിയാണോ? ലാൻഡ് ക്രൂസർ ജപ്പാൻ. ഡയറക്റ്റ് ജപ്പാൻ എടുത്ത വണ്ടിയാണ്. അതിന് ഈ ഭാഷ വെച്ചിരിക്കുകയാണ് ഇവിടെ. യു എസ് എംബസി. ഓക്കെ. ഹോണൊക്കെ അടിക്കണല്ലോ. ഇവിടെ ഹോൺ അടിക്ക് കുറവില്ല. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് യു എസ് എംബസി ആട്ടോ. അതിനടുത്ത് തന്നെ നമ്മൾ താമസിക്കുന്നത്. ഇവിടെ ഈ കെയ്മാൻ ഐലൻഡ് ഇപ്പോ നമ്മുടെ അനീഷയുടെ വന്നത് US വിസ എടുക്കാൻ വേണ്ടി വന്നതാണ്. അത് ഐലൻഡുകളിൽ ഇല്ലാത്ത ഐലൻഡിൽ ഇങ്ങോട്ട് വിടും. ഒന്നുമില്ല, അവിടെ എംബസികളൊന്നും അവിടെ ഇല്ല. US എംബസി, കാനഡ എംബസി, ഇന്ത്യൻ എംബസി ഒന്നും അവിടെ ഇല്ല. എക്സാം എഴുതാൻ പോലും ജമൈക്കയ്ക്ക് വരണം. കാരണം ജമൈക്കയുടെ വലിയ ഐലൻഡ്. പുള്ളി വന്നോ, പുള്ളിക്ക് വിസ കിട്ടി. ഹാപ്പി. അടിപൊളി. ഒരു പള്ളി കടന്നുപോയി. ഇവിടെ അച്ഛന്മാര് സിസ്റ്റർമാരൊക്കെ ഉണ്ടോ? നമ്മുടെ മലയാളികളുണ്ടോ? മലയാളി അച്ഛൻ ഒരാളുണ്ട്. കിങ്സിൽ കുറച്ച് ദൂരെയാണ് പുള്ളി. ദൂരത്താണ്. തമിഴ്നാട്ടിൽ 2-3 അച്ഛന്മാരുടെ ഉണ്ട്. പിന്നെ ജമൈക്കയെ സംബന്ധിച്ച് ജമൈക്ക എന്ന് പറഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ കൺട്രിയാണ്. ഇവിടെ പള്ളി മാത്രമേ ഉള്ളൂ. അമ്പലമല്ല ഇവിടെ. പിന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട് ഇവിടെ. 2 മുസ്ലിം പള്ളിയുണ്ട് ഇവിടെ. ക്രിസ്ത്യൻ കൺട്രിയാണ്. അച്ഛന്മാരെ കാണാൻ നമ്മുടെ മലയാളി അച്ഛന്മാരാണെങ്കിൽ പോയി കാണാൻ നാളെ കാണാൻ ശ്രമിക്കാം നമുക്ക്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ പറന്ന് കിടക്കുന്ന ടൊയോട്ടയ്ക്ക് ജമൈക്കയിലും ഷോറൂം ഉണ്ടാകും. ഇവിടെ കിങ്സിൽ മാത്രമല്ലോ അത് ഇല്ല, എല്ലായിടത്തും കിങ്സിലുണ്ട്, മോണ്ടിഗബയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇവിടുത്തെ ആൾക്കാർ ഈ അമേരിക്കയായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളത് ശരിക്കും ബേസിക്കലി. അതെ, അവരെല്ലാം അമേരിക്കയുടെ റൂൾസ് അവർ ഫോളോ ചെയ്യുന്നില്ല. അമേരിക്ക ഇവിടെ ജമൈക്കയിൽ ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും യൂസിലുണ്ട്. ആണ് കുറെ പ്രത്യേകം. നമ്മുടെ നാട്ടിൽ ഗൾഫുകാരുള്ള പോലെ ഇവിടെ ഒരാളെങ്കിലും യൂസിലുണ്ട്. ഇന്നലെ ഞാൻ വന്നപ്പോ പറഞ്ഞ നമ്മുടെ നാട്ടിൽ ഗൾഫിലെ ഒരാള്, നമ്മുടെ തറവാട്ടുകാർ ഒരാള് ഗൾഫിലേക്ക് പോകുന്ന പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരാള് അമേരിക്കയില് ജോലിയായിട്ടോ വെറുതെ എപ്പോഴും അമേരിക്കയിലുണ്ട്. അപ്പൊ ഇവരുടെ സെക്കൻഡ് കൺട്രിയാണ് അമേരിക്കയുടെ. അപ്പൊ അതുകൊണ്ട് അമേരിക്കൻ ബ്രാൻഡുകളൊക്കെ ഇവിടെ എല്ലായിടത്തും സുലഭമായിട്ടുണ്ട്. എല്ലാ പരിപാടിയും KFC അടക്കം എല്ലാ പരിപാടികളും ഇവിടെ കാണാൻ പറ്റും നമുക്ക്. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഈ കാർ ഷോറൂം ഉണ്ടല്ലോ, സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂമാണ്. ഇതൊരു പാകിസ്ഥാനിലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ. ജമൈക്കയിലെ പാകിസ്ഥാനിലെ കുടിയേറി നോക്കിയാൽ ഫുള്ള് വണ്ടിയിലുണ്ടല്ലോ അല്ലേ? എല്ലാ പ്രീമിയം കാർസും ഉണ്ട്. ജപ്പാനിൽ നിന്ന് പറഞ്ഞ എല്ലാ പ്രീമിയം, BMW, ബെൻസ് എല്ലാ വണ്ടിയും ഉണ്ടോ. ലാൻഡ് ക്രൂയിസർ നോക്കിയാൽ, പോർഷെ. ഞാൻ ചിലയിൽ കേട്ടിട്ടുണ്ട്. ചിലയിൽ നമ്മൾ സാന്റിയാഗോ പോകുമ്പോൾ, നമ്മൾ പോകുന്നുണ്ട് അടുത്ത മാസം. സാന്റിയാഗോ പോകുമ്പോൾ അവിടെ പാകിസ്ഥാനികളെ മാത്രം ഒരു വണ്ടി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടിയുമ്പോ ശരിക്കും പാകിസ്ഥാനികൾ കയറി പിടിക്കുന്നുണ്ട് എല്ലായിടത്തും. ദുബായിലടക്കം അറിയാലോ. ഹെഡ് ഓഫീസ്. നമ്മൾ ഇവിടുത്തെ ഈച്ചാന്റെ വരുവാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ട് പോകണോ. ജമൈക്കനെ അരിച്ച് പറക്കിട്ട് നമ്മൾ ഇവിടുന്ന് പോകണല്ലോ. ടെക്സാക്കോ അത് മറ്റേ ഫ്യൂവൽ കമ്പനിയുടെ പേരാണോ? ടെക്സാക്കോ. ഇത് അമേരിക്കൻ കമ്പനിയാണോ? ടെക്സാസ് ആയിട്ട് ബന്ധം പറയാനാണ് ടെക്സാക്കോ. നമ്മുടെ നാട്ടിലത്തെ HP ഇന്ത്യൻ ഓയിൽ എന്ന് പറഞ്ഞ ടെക്സാക്കോ
2-3 സ്ഥലത്ത് കണ്ടുവിട്ടത്. ഇവിടെ ഈ കരീബിയൻ ഐലൻഡിൽ ആഫ്രിക്കക്കാർ കൂടുതലുള്ളത് ജമൈക്കയിലാണോ ബേസിക്കലി? ജമൈക്കയിലാണ്. ജമൈക്കയെക്കാളും ആഫ്രിക്കയിൽ കൂടുതൽ വേറെ കണ്ടിട്ടുണ്ട്. ഇവിടെ എത്രയില്ല. ഇവരോട് നമ്മൾ ആഫ്രിക്കൻസ് പറഞ്ഞ ഇവർക്ക് ദേഷ്യമാണ്. നിങ്ങളെ നീഗ്രോസ് ആണെന്നൊക്കെ പറഞ്ഞ ഇവർക്ക് ദേഷ്യമാണ്. നീഗ്രോസ് എന്ന് പറഞ്ഞാൽ പേരെന്നെ ഉപയോഗിക്കാൻ പാടില്ല. അതല്ല, ഈ ഇവർക്ക് ആഫ്രിക്കയായിട്ട് ഇവരെ കണക്ട് ചെയ്യാൻ ഇഷ്ടമല്ലേ? ഇല്ല, കണക്ട് ചെയ്യാൻ ഇഷ്ടമല്ല അവർക്ക്. ഇവർക്ക് ജമൈക്കൻസ് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമാണ്. അപ്പൊ അതല്ലത്. ഇപ്പൊ നമുക്ക് ജമൈക്കൻസ് എന്ന് പറയാതെ അവരെ പറഞ്ഞാൽ അപ്പൊ നമ്മള് ജമൈക്കൻ ഡോളർ നോക്കിയാ, ജമൈക്കൻ ഡോളർ എന്ന് നമ്മൾ കാണുന്നത് ജമൈക്കത്തെ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമൈക്കൻ ഡോളറാണ്. അത് 1000-ന്റെ ഉണ്ട്, 1000-ന്റെ ഉണ്ട്, പിന്നെ 2000 ഏറ്റവും കൂടുതൽ 5000 ഉണ്ടല്ലേ? ഓക്കെ, ഏറ്റവും കൂടുതൽ 5000 ഉണ്ട് കേട്ടോ. നോക്കിയാ, ഇതൊക്കെ ഇവിടുത്തെ ജംബ്രൂട്ടന്മാരുണ്ട് കേട്ടോ മൊത്തം. പിന്നെ 100-ന്റെ നല്ല ക്വാളിറ്റി, പിടിക്കുമ്പോ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പേപ്പർ നോട്ട് മാറ്റിയതാണ്. ഇതൊക്കെ ഉണ്ട്, കാണുമ്പോ ഒരു ട്രാൻസ്പെറൻസി ഒക്കെ ഉണ്ട്. നമ്മള് മറ്റേ യൂറോ പൗണ്ടൊക്കെ പിടിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് കേട്ടോ. എന്തായാലും ജമൈക്കൻ ഡോളേഴ്സ് ആൻഡ് ഡോളേഴ്സ്. അപ്പൊ ജമൈക്കൻ ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ 1 രൂപ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 2 രൂപ. ജമൈക്കൻ മണി 2 രൂപ കൊടുത്താലാണ് നമ്മുടെ 1 രൂപ കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ പൈസയെക്കാളും ഇരട്ടിയാണ്. എനിക്ക് ശ്രീലങ്കയിലും അങ്ങനെയാന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ എനിക്കറിയില്ല, ഞാൻ മുമ്പ് അങ്ങനെയായിരുന്നു എന്നുള്ളൊരു ഓർമ്മയിലുണ്ട് എനിക്ക്. അപ്പോൾ ജമൈക്കൻ മണി 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ മണി 1 രൂപ കിട്ടും. അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഇവിടെ പെട്രോൾ റേറ്റ് എങ്ങനെയാണ്, എന്താ സംഭവം എന്ന് അറിയണ്ടേ? ഇവിടെ എഴുതി വെച്ചിട്ടില്ലെന്നൊരിടത്തിനും എഴുതി വെച്ചിട്ടില്ലടാ. ഹലോ, ഇവിടെ പെട്രോൾ എന്ത് റേറ്റ് പറഞ്ഞാൽ? പ്രീമിയത്തിന് ഇവിടെ 211 രൂപ ഗ്യാസ്. ഇന്ത്യൻ മണി 105. അപ്പൊ നമ്മുടെ നാട്ടിലത്തെ ഏകദേശം സെയിം. നാട്ടിലെ ഒരു 5 രൂപ കുറവാന്ന് തോന്നുന്നില്ല. പിന്നെ ഇവിടെയാണെന്ന് വെച്ചാൽ പെട്രോൾ വില കൂടുമ്പോൾ കുറയും, അതുപോലെ ഗ്യാസ് കുറയുകയും ചെയ്യും. നാട്ടെ പോലെ കൂടി ഇവിടെ ഇരിക്കുമല്ലോ, കുറയുകയും ചെയ്യും. അങ്ങനെ ഉണ്ടല്ലേ? 105 രൂപ അല്ലേ? 1987 എന്ന് പറഞ്ഞാൽ സാധാരണ പെട്രോളാണ്. പക്ഷെ നമ്മൾ അടിക്കുന്നത് 90 ആണ്, കൂടിയ പെട്രോൾ, പ്രീമിയം പെട്രോൾ അടിക്കുന്നത്. ഇത് സാധാരണക്ക് എന്താ റുപ്യുണ്ട്? സാധാരണക്ക് 183, 183. അപ്പൊ 90 രൂപ 92 രൂപ. അത് കുറവാ. അപ്പൊ ശരിക്കും നമ്മുടെ നാട്ടിലേക്കാളും നമ്മുടെ പുതിയ വണ്ടിക്ക് അത് അടിക്കാൻ പറ്റി ബുദ്ധിമുട്ട്. പ്രീമിയം തന്നെ അടിക്കണം. പ്രീമിയം അടിക്കണം. ഓക്കെ, പ്രീമിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വണ്ടി നാശാവാതിരിക്കാൻ നമ്മളിപ്പോ വലിയ പൈസ കാണിക്കുന്നതല്ല. വണ്ടിക്ക് നല്ല പെട്രോൾ അടിച്ചിരിക്കും, വണ്ടി പണി കിട്ടി. ഇവിടെയൊക്കെ പണി കിട്ടി കഴിഞ്ഞാൽ പണി കിട്ടിയത് തന്നെയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലത്തെ കണ്ടക്ടർമാർ പിടിക്കുന്ന പോലെ കേട്ടോ. ചേച്ചി നോട്ട് പിടിച്ചു നോക്കിയാൽ 1500 പിടിച്ചാൽ പിടിക്കാം. നമ്മുടെ നാട്ടിൽ 5 രൂപ 10 രൂപ പിടിക്കാറുള്ളൂ. നമ്മൾ ഫ്ലൈറ്റ് അമേരിക്കയിൽ നിന്ന് കയറുമ്പോൾ എല്ലാവരും പറഞ്ഞു ജമൈക്കയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കണം, ഭയങ്കര ക്രൈം റേറ്റും സംഭവങ്ങളൊക്കെയാന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് റിയൽ എന്താണ് ശരിക്കും? ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ അത് ചോദിക്കണ്ടേ? റിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്രൈം ഒന്നും ഇല്ല എല്ലായിടത്തും. നമ്മുടെ നാട്ടിൽ ചില സ്ഥലത്ത് കുറെ പ്രശ്നങ്ങളല്ലേ. പറഞ്ഞാൽ ഇവിടെ ജമൈക്കയില് കുറച്ച് ഏരിയ കുറച്ച് പ്രശ്നങ്ങളും ക്രൈമും ഒക്കെ ഉണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവരെ ഒരുപാട് ചേരികളുണ്ട് അവിടെ. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാറ്, അവിടെ പ്രശ്നങ്ങളുണ്ട്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. നമ്മള് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മള് വരുമ്പോ നമ്മളെ ഇന്ത്യൻസിന് ഏറ്റവും ബഹുമാനമുള്ള കൺട്രി ഞാൻ കണ്ടേക്കുന്നത് ഇപ്പൊ ജമൈക്കയാണ്. നമ്മളെ ഭയങ്കര ബഹുമാനമാണ് ഇന്ത്യൻസിന്. നമ്മൾ പാസ് ചെയ്യുന്ന ബോമാലിയുടെ വീടിന്റെ അടുത്തൂടെ നമ്മൾ പാസ് ചെയ്യുന്നത്. ഈ സ്ഥലത്തിന് പേര് ട്രെഞ്ച് ടൗൺ. തീർച്ചയായിട്ടും കുറെ സമയം കഥ പറഞ്ഞ് നമുക്ക് എടുക്കാം. ഇപ്പം പുള്ളി താമസിച്ച വീടിന്റെ അടുത്തൂടെ നമ്മൾ പോകുന്നത്. ഈ സ്ഥലത്ത് ട്രെഞ്ച് ടൗൺ ആണ്. ഇത് ശരിക്കും ചേരിയാണ്. 2 സൈഡും മുഴുവൻ ചേരികളാണ്. ഇവിടെ കുറച്ച് പ്രശ്നമുള്ള ഏരിയ ആണ്. നമ്മളെ ബാധിക്കുന്നില്ല, നമ്മൾ വണ്ടിക്ക് പുറത്തിറങ്ങുന്നില്ല, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഇവിടെ ചേരികളാണെങ്കിലേ സംഭവം വീടിന്റെ ഉള്ളൊക്കെ ഭയങ്കര റിച്ച് ആയിരിക്കില്ലേ? ഇവര് മോഡിഫൈ ചെയ്ത് നല്ല സോഫി. നമ്മൾ പെറുവില് പോയപ്പോ യാത്ര ചെയ്തപ്പോ ഓരോ ചേരികളിലെ ഓരോ വീട്ടിലേക്ക് പോയപ്പോ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സോഫ, വലിയ TV, 50 ഇഞ്ചിന്റെ TV, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മള് വിചാരിക്കും ചെറിയ വീടാണല്ലോ അല്ലെങ്കിൽ ഒരു ഇതാണല്ലോ. പക്ഷെ ഇതിന്റെ അകത്തി കയറിയാണ്ടല്ലോ വേറെ വേൾഡ്. പിന്നെ ശനി ഞായറാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന്റെ മഴ, ലൈറ്റിന്റെ പ്രഹസനായിരിക്കും കേട്ടോ. അത് വേറെ കാര്യം. നെൽസൺ മണ്ടേല ഫോട്ടോ വെച്ച് വെച്ച് നോക്കിയാൽ ഒബാമ. പരിചയ ആൾക്കാരൊന്നും വരുന്നത് കേൾ ബ്രൗൺ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയ ആൾക്കാരൊക്കെ ആണെങ്കിൽ കമന്റ് ചെയ്യട്ടോ, നമുക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട്. ഇവിടെ ഇതൊക്കെ ചേരികളാണ്, ചെറിയ ചെറിയ ചേരി പ്രദേശങ്ങളാണ്. ചേച്ചിമാർ അവിടെ വെളിച്ചെണ്ണ ബ്രേസീറൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ടാ, വണ്ടിയിലൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ടാ. വേറെ കാര്യം വണ്ടിയിൽ കച്ചവടം ഞാൻ നോക്കിയാൽ ഇവര് ഭയങ്കര ക്യാമറ ഫ്രണ്ട്ലി ആന്ന് പറയണ കണ്ണൻ ചേട്ടൻ. പക്ഷെ എന്നെ കാണുമ്പോൾ ഈ മോന്തയും ഈ ശരീരവും
കർണാടക വെച്ചപ്പോൾ ഇവർ നാഷണൽ ജിയോഗ്രഫിന്ന് ആൾക്കാർ വന്നിട്ട് വരാണെന്നുള്ള സംശയം തോന്നുന്നുണ്ട്. ഇപ്പൊ അവർക്ക് അങ്ങനെ അത്രയധികം ഫ്രണ്ട്ലി ആവണില്ല. മതിലുമ്പോ ഫുള്ള് ബോബിന്റെ പടാണല്ലോ കണ്ണ ചേട്ടാ, ചിന്തിക്കാൻ പറ്റോ? ഇവരുടെ ദൈവമല്ലേ. നമ്മളേ ഇനി നിങ്ങൾ കളിക്കാൻ പോണതേ ഒരു കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൗതുകം, ഇവർക്ക് കൗതുകമല്ല. നമ്മുടെ മുമ്പിൽ കാണണമെന്നുണ്ടെന്ന് അറിയൂ, സെമിത്തേരിയാണ്. ഈ സെമിത്തേരി പ്രത്യേകത ഉണ്ട്, വാ കാണിക്കാം. ഈ സെമിട്രിയിലേ ഇവര് എന്താ പറയാ മരിച്ചിട്ട് അടക്കിയിട്ട് നമ്മൾ കല്ലറ പണിയില്ലേ, നമ്മൾ പെറുവില് വലിയ വീടും കൊട്ടാരൊക്കെ പണിയുന്നത് നമ്മൾ കാണിച്ചിരുന്നില്ലേ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഇവർ ഇതാ നോക്കിയാൽ നിങ്ങൾ കാറ് കാണണ്ട, ഇവിടെ കാറാണ് കാണുന്നത്. സെമിട്രി കാറ് പണിത് വെച്ചിരിക്കുക. അതേപോലെ സെമിത്തേരിയില് ആ ചേച്ചിയുടെ ഒരു ചേച്ചി മരിച്ച ഫോട്ടോ നമ്മൾ കാണണം. നോക്കിയാൽ വലിയൊരു ഫ്ലക്സ് ആയിട്ട് നമ്മൾ മെസ്സിയുടെയും റൊണാൾഡോന്റെ ഒക്കെ അടിച്ചു വെക്കില്ല, അതേപോലെ മരിച്ച ചേച്ചിയുടെ ഫോട്ടോ വലിയ ഇതാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഇങ്ങനെ പറന്ന് കിടക്കാരും നടന്നെത്തില്ല. അപ്പൊ അതുകാരം നമ്മൾ വണ്ടി കയറിയിട്ട് പോണട്ടാ. അവിടെ ഒരു വീട് പണിത് വെച്ച് നോക്കിയാൽ അവരുടെ സെയിം വീട്, അവർ താമസിച്ച സെയിം വീട് അവർ പണിത് വെച്ചിരിക്കുന്ന കേട്ടോ. നോക്കിയത് കണ്ട, ഇത്ര നാൾ കണ്ടല്ലേ. ഏറ്റവും നമുക്കങ്ങനെ ഇഷ്ടം തോന്നേണ്ട കാര്യമില്ല, എന്നാലും ഒരു ജീവിതത്തോട് അല്ലെങ്കിൽ അത് ചെയ്തോടൊരു കൂറ് കാണിക്കുന്ന സംഭവം അതാ. വീട്, സ്വന്തം വീട് ഇങ്ങനെ വെച്ച് ആ വീട്ടിൽ കിടന്ന് ഉറങ്ങണ ആള്, അതിൻ്റെ ഒരു കൺസെപ്റ്റ് അടിപൊളിയുണ്ട്. പിന്നെ ഓരോരുത്തരിയ്ക്കുന്ന കസേര നോക്കിയാൽ, അവർ ഉപയോഗിക്കുന്ന കസേരകൾ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടോ. കല്ലറനെ വേറെ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനപ്പെട്ട നീ ഇതാണ്ട വേറെ വീട് വരണണ്ട. അവിടെ വീട് പണിത് വെച്ചിട്ടുണ്ടോ നോക്കിയാൽ. അവരുടെ സ്വന്തം വീട്, അവർ താമസിക്കുന്ന വീട് ചെറുതാക്കിയിട്ട് കല്ലറയുടെ മേലെ ഉണ്ടാക്കി വെച്ചിരിക്കട്ടോ. ഇത് ഭയങ്കര പരിപാടി ആയിട്ടത് അല്ലേ. ശരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വീട് നിൽക്കണ പോലെ തോന്നുന്നല്ലേ. ഇതിങ്ങനെ വന്നാലാണ് ഒരു കല്ലറയുടെ മുകളിൽ അവർ പണിത് വെച്ചാൽ നമുക്ക് അറിയുള്ളൂ കേട്ടോ. ഇത്ര നാളുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമ്മൾ കണ്ടിട്ടില്ലടാ. അത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് അറിയാട്ടാ. നിങ്ങളുടെ അഭിപ്രായം എന്നിട്ടാ? അപ്പൊ നമ്മൾ ഈ സെമിട്രിയിലേക്ക് മെയിൻ എൻട്രൻസ് വഴിക്ക് ഒന്നുകൂടി പ്രവേശിച്ചിട്ടാ. എന്താണെന്നറിയും, ഇവിടെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് എന്നൊരു തോന്നൽ വന്നിട്ട് എനിക്ക്. അപ്പം ഞാൻ ജസ്റ്റ് ഇന്ന് കയറി. ഇതിലെല്ലാവരും നമ്മുടെ നാട്ടിൽ എഴുതുന്ന പോലെ തന്നെ, പക്ഷേ ഇവിടെ അവരൊരു ബുക്ക്, ഒരു ഇതിൻ്റെ ഈ ലൈനിലാണ് എല്ലായിടത്തും വെച്ചിരിക്കുന്നത്. ഒരു പലക ലൈനിലാണ് എല്ലായിടത്തും വെച്ചിരിക്കുന്നത്. എല്ലാവരും ഈ വീടും സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് കണ്ടോ നിങ്ങൾ, ഇവിടെ വരുമ്പോൾ അവരിപ്പോൾ താമസിക്കുന്ന വീട് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ കല്ലറയുടെ മേലെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവർ ജീവിച്ചിരുന്ന വീടും അവർ കഴിച്ചിരുന്ന ഫ്രൂട്ട്സും എല്ലാം ഉണ്ടല്ലോ നോക്കിയാൽ. ഭയങ്കര കാഴ്ചയായിട്ടത്. എന്താ സാധനമോ എന്തോ പറയണ്ട ആള്, മ്യൂസിക്കിൻ്റെ ആണോ? ആ മ്യൂസിക്കിൻ്റെ ബോക്സ്, മറ്റേ പിയാനോൻ്റെ സാധനം ഉണ്ടല്ലോ. ഇയാളൊരു മ്യൂസീഷ്യനോ അല്ലെങ്കിൽ മ്യൂസിക്കിന് ഇഷ്ടപ്പെട്ട ആളായിരിക്കും കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ് അവരെല്ലായിടത്തും വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ അവർ ചെറിയ വീട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ നമ്മൾ പെറുവിൽ കണ്ട പോലെ ചെറിയ വീട് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ എല്ലാവരും വന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല, എല്ലായിടത്തും കാട് കയറിയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഇവരെ കൺസെപ്റ്റ് ഭയങ്കര ഒരു ഇമ്പ്രസീവായിട്ടാണ്. അങ്ങനെ അടുത്തൊരു കാഴ്ച നിങ്ങൾ കണ്ട, നമ്മുടെ ഇവിടുത്തെ ജമൈക്കൻ ചേട്ടൻ പറഞ്ഞതേ, ഈ ബൈക്ക് ഒരു ബൈക്ക് ഭ്രാന്തനായിരുന്നു, ഒരു ടെക്നീഷ്യനായിരുന്നു, എൻജിൻ പണിയുടെ ആളായിരുന്നു. പക്ഷെ മരിച്ചപ്പോൾ ആളതിൻ്റെ മുകളിലൊരു ബൈക്കും വെച്ച് അതേപോലത്തെ ഒരു ഇതുണ്ടാക്കി വെച്ചിരിക്കടാ. ചിന്തിക്കാൻ പറ്റും. ഇവിടെ വെച്ചിട്ട് അപ്പൊ ഇവിടെ തന്നെ ആള് അവിടെ ടാക്സി നോക്കിയാ, അയ്യോ അതിന്റെ മുകളിൽ കൊക്കിരിക്കണ്ട കേട്ടോ. ടാക്സി അടിച്ച് മരിച്ച പോലെ ആള്. ഇവിടുത്തെ ടൊയോട്ടയുടെ ജപ്പാൻ സെക്കൻഡ് ഹാൻഡ് വണ്ടി, സെയിം വണ്ടി കേട്ടോ. ആ സെയിം ഡിറ്റോ കല്ലറയുടെ മേലെ വെച്ചിരിക്കട്ടോ. ബോബ് മാർലിയുടെ ചെറിയൊരു ഫേസ് എല്ലായിടത്തും അവര് വെക്കില്ലേ. എല്ലാ വണ്ടിയുടെ ബാക്കിലും മുമ്പിലും വീടിന്റെ സൈഡിലൊക്കെ ബോബ് മാർലി ഇല്ലാണ്ട് ഒരു പരിപാടി ഇല്ല കേട്ടോ. അത് പോലീസ് ചെക്ക് പോസ്റ്റ് ആണല്ലേ. ഏകളൊക്കെ പ്രശ്നമാണ്. അപ്പോ രാത്രി കയറാണെങ്കിൽ ബുദ്ധിമുട്ടാവൂലേ? ഈ ഭാഗത്തേക്ക് നോക്കണ്ടല്ലോ. ഇവിടെ സ്ട്രിപ്പ് ക്ലബുകളും പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടോ നോക്കിയാ. ഡാൻസ് ബാറുകളും ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കെൻഡ് അടിച്ചു പൊളിക്കുക. ഒരാഴ്ച പണിയെടുക്കുക. നമ്മൾ ആഫ്രിക്കയിൽ കണ്ട പോലെ ഒരാഴ്ച പണിയെടുക്കുക. വെള്ളിയും ശനിയും ഞായറും കൊടുപ്പിക്കാൻ തീർക്കുക. അടുത്ത ആഴ്ച പണിയെടുക്കുക. ഇതിന് പരിപാടി ഇട്ടാ. ഇത് ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ മിലിറ്ററി ചെക്ക് പോസ്റ്റും സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ ഇവിടെയും കാണാൻ പറ്റൂട്ടോ.
വീക്കെൻഡ് ആയതിനൊക്കെ അടിച്ച് മീറ്ററായി നടക്കാൻ പറഞ്ഞിട്ടാ ചേച്ചി നിൽക്കണമൊക്കെ എല്ലാം എവിടേക്ക് പോകട്ടെ ചേച്ചി. ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയ വഴി കടന്നു പോയിക്കൊണ്ടിരിക്കണം. നോക്കിയിട്ട് അവനെ നോക്കിയാ മേത്തൊക്കെ എന്തൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടോ അല്ലേ. നമ്മളിപ്പം കിങ്സ്റ്റണിലെ ലോക്കൽ മാർക്കറ്റ് ഇന്നിപ്പോ ഞായറാഴ്ച കണ്ട് അധികം ഒന്നും കാണത്തില്ല, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മാർക്കറ്റിൽ. അപ്പൊ കിങ്സ്റ്റണിലത്തെ മാർക്കറ്റ് എപ്പിസോഡുകൾ നമ്മളൊന്ന് പിടിക്കാൻ പോണത്. അപ്പൊ ഇവിടുത്തെ എന്തൊക്കെ കഴിക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ. നമ്മളിപ്പോ അതൊക്കെ ഫോണൊക്കെ മാറ്റി ഗോപ്രോയിലേക്ക് വന്നിട്ടോ, നമുക്കൊരു പേടി. നമസ്കാരം. നിങ്ങളെ ആഫ്രിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലേക്കും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിലേ ഗ്രീൻ ബുക്ക് എക്സ്പെഡിഷൻ്റെ കൂടെ യാത്ര ചെയ്താലോ. മെഗാ സൗത്ത് അമേരിക്കൻ സാഗ ഈ ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയ ഗ്രൂപ്പുകൾ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യണത്. 10-12 പേരുള്ള ചെറിയ ഗ്രൂപ്പുകളാണ് യാത്ര ചെയ്യണത്. ലോകത്തിലെ 2 മെയിൻ വണ്ടേഴ്സും 3 നാച്ചുറൽ വണ്ടർ അടങ്ങിയിട്ടുള്ള യാത്രയാണ്. മാച്ചു പിച്ചും ആമസോൺ റെയിൻ ഫോറസ്റ്റും ക്രൈസ്റ്റ് റെഡീമറും ഇഗ്വാസ് വാട്ടർഫോളൊക്കെ അടങ്ങിയ പെറു, ബ്രസീൽ, പാരഗ്വേ, അർജന്റീന, ചിലെ എന്ന രാജ്യങ്ങളിലാണ് നമ്മൾ ടൂർ അറേഞ്ച് ചെയ്യുന്നത്. ഒപ്പം തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആഫ്രിക്കൻ യാത്രയും കൂടി ഉണ്ട്. അതിൽ സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെയുള്ള യാത്രയാണ്. അതും നാച്ചുറൽ വണ്ടേഴ്സ് അടങ്ങിയ യാത്രയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആഫ്രിക്കൻ യാത്രയും നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കൂടെ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം വിത്ത് ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻസ്. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ എല്ലാ പച്ചക്കറികളും നമ്മൾ ഇറങ്ങി നടക്കണ പരിപാടികൾ സ്വല്പം കുറച്ചിട്ടേ നമ്മൾ വണ്ടിയിലിരിക്കുന്നത്, എന്നാലും ഇറങ്ങി നടക്കും ഒരു സേഫിന് വേണ്ടിയിട്ട്. നമ്മൾ പെരുവിൽ ചെയ്യുന്ന പോലെ ഇവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ മാർക്കറ്റ് നമുക്ക് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ കാണാൻ പറ്റും. നാളുകാർ വെക്കാൻ വെച്ചാൽ Come here. മാർക്കറ്റ് സജീവമാണ്. ഞായറാഴ്ചത്തെ ഒരു മാർക്കറ്റ് മൈൻഡ് ലൈൻ ഉണ്ട് കേട്ടോ. എല്ലാവരുടെ ചുണ്ടിലും സിഗരറ്റ് ഉണ്ടല്ലേ, കഞ്ചാവുണ്ട് അല്ലേ. എല്ലാവരും ചുണ്ടുമ്പോ കഞ്ചാവാട്ടോ, രക്ഷയില്ല. ചോളം നന്നായിട്ട് കഴിക്കും. ചോളം കഴിക്കണേ. മാർക്കറ്റ് പകുതി അടവുണ്ട്, പകുതി തുറന്നുണ്ട്. നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുമെങ്കിൽ വണ്ടി ഒതുക്കിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ കയറാം കേട്ടോ. സേഫായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ നോക്കണ്ട കയറാനായിട്ട്. നമ്മൾ ഒരു ടീഷർട്ട്, ഒരു ബോബ് മാർലി ടീഷർട്ട് മേടിക്കാന്ന് വെച്ചിട്ട് വന്നിരിക്കട്ടോ. ബോബ് മാർലി നാട്ടിൽ വന്ന ബോബ് മാർലി ടീഷർട്ട് ഉണ്ട് അതിലുള്ള. താങ്ക് യു. കളർ ഗുഡ്, ബ്രൗൺ. ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടോ നിങ്ങൾ? എന്ത് ഫ്രഷ്, പൈനാപ്പിളിൻ്റെ ഒക്കെ ഇരിക്കുന്ന ഫ്രഷ്നെസ് കണ്ടോ. പലതരം ആപ്പിളുകൾക്കും ഇവിടെ ഫേമസ് ആണെന്നുണ്ട്. ആപ്പിളുകൾ ഇവർക്ക് തനതായിട്ട് ആപ്പിൾ ഉണ്ടല്ലേ. ജമൈക്കൻ ആപ്പിൾ എന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിലെ പനിനീർച്ചാമ്പയ്ക്കാന്ന് പറയില്ലേ, ജമൈക്കൻ ആപ്പിൾ എന്നാണ് പറയുന്നത്. ഓക്കെ. അങ്ങനത്തെ വണ്ടികളാണ് കച്ചവടം ചെയ്യുന്നതാ. പച്ചക്കറികളും ഉരുളക്കിഴങ്ങും മുളകും അല്ലേ. ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ട്. ഇത് ഒരു നല്ല എരിവുള്ള മുളകാണോ? എരിവുള്ള തന്നെ അച്ചാരത്തിനൊക്കെ ഉണ്ടെങ്കിൽ ഇടാന്നല്ലേ. സബോള, ഇഞ്ചി, നമ്മുടെ നാട്ടിലുണ്ടാവണ എല്ലാ സാധനവും കൂടി ഉണ്ടാവൂലേ. ഇന്ന് നിർഭാഗ്യവശാൽ മാർക്കറ്റ് അടവായതുകൊണ്ട് ഒരു കണക്കിന് നല്ലതാണ്, ഒത്തിരി ഡേഞ്ചർ കുറയും. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാണല്ലോ. എല്ലാവരും ഇങ്ങനെ പടങ്ങളും സംഭവങ്ങളൊക്കെ വെച്ചിരിക്കടാ. ഇവിടത്തെ ഷൂസൊക്കെ എല്ലാം കളർഫുൾ ആണല്ലോ അല്ലേ. ഇടിവെട്ട് കളർ കിളിപ്പച്ച, കിളിമഞ്ഞ, കിളി കൊണ്ടിട്ട് മൊത്തം ഇതാണ് പിങ്ക് കളറ്. പെണ്ണുങ്ങളെ വെച്ച് പിന്നെ പറയണ്ടല്ലോ. ബോബ് മാർലിയില്ല ടീഷർട്ട് കിട്ടുക ചേട്ടാ. അതെന്തൊരു റോള് ഇവിടെ അല്ലേ, വലിയ സൈസ് ചേട്ടാ. Good. Are you park? Yeah, I park over there. Yeah. I just checked one Bob Marley t-shirt. He's my friend. Hello, Sandos. Shop. He's came from India. He's a YouTube blogger. ഇവിടുത്തെ ആൾക്കാരുടെ ലക്ഷറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ട് എന്നാണ്. ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലും ഡയമണ്ടൊക്കെ ആയിരുന്നു ആയിരിക്കും. സംഭവം ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ഉണ്ടല്ലോ. അവ വെയിലെത്തിക്കുന്നു അവന് മനസ്സിലായിണ്ട. ഫുള്ള് കല്ല് വെച്ച സാധനം കേട്ടോ. ഒരു ഡ്രസ്സ് ഇവര് നാളെ പണിക്ക് ഇപ്പൊ നമ്മളവിടെ പണിക്കാരെ ചേട്ടനല്ലേ. ഫുൾ സ്റ്റൈലാണ്. നാളെ പുള്ളിയെ തിരിച്ചറിയുന്നില്ല, കാരണം ജോലിക്കാരനായി, മൊത്തം ജോലിക്കാരനായി. ഇന്ന് അവരെ അടിച്ചു പഠിക്കുന്ന ദിവസമാണ്. നമ്മുടെ നല്ല സോഡ സർവത്ത് അടിക്കുന്ന ചേട്ടന്മാർ പോണ പോലെ പോകണ്ടോ. അടിപൊളി.
അപ്പം നമ്മുടെ എപ്പിസോഡിൽ ആദ്യത്തെ കഞ്ചാവ് വലിക്കുന്ന ആളാട്ടോ. അല്ല, ഓപ്പൺ എയറിൽ കഞ്ചാവ് അടി. ഷാപ്പ് എനിക്ക് എന്നിട്ടുണ്ട് വാട്ട് ഈസ് ആണോ എന്താ കാണിച്ചു? ലിഡോ ബികോം. ഹൗ കാൻ ദിസ് വൺ ബികോം? നിന്ന് കഞ്ചാവടിയാണ്. സിമ്പിളായിട്ട് ആള് കത്തിക്ക അടിക്കുക. അപ്പൊ കൈ കൊണ്ട് തന്നെ കെടുത്തിട്ട് ആള് കെടുത്തി ഫിനിഷ് ഒരെണ്ണം കത്തിച്ചാൽ ചുടിയിലേക്ക് വെച്ചിരിക്കും. വൈകുന്നേരം വരെ ഇടയ്ക്കിടയ്ക്ക് കത്തിച്ച് വലിച്ചോണ്ട് വൈകുന്നേരം കത്തിച്ചോണ്ടിരിക്കും. അങ്ങനെ ഒരു തവണ വലിച്ചു കഴിഞ്ഞാൽ ഒരു ബീഡി പ്രാവശ്യം കത്തിച്ചിട്ട് ഒരു വലിയ വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ കെടുത്തിട്ട് അവർക്ക് എപ്പോഴാണെന്ന് വലിക്കണം തോന്നുന്നു. അപ്പൊ വീണ്ടും കത്തിക്കും. പരിപാടി ഗംഭീരട്ടോ. അവനെ കണ്ട ഒരാള് ചെറിയൊരാളാണ്, പക്ഷേ അവന് നമ്മുടെ അവിടെ ലോഡ് ചെയ്യുന്ന ആളാണ്. ലോഡ് ചെയ്യുമ്പോൾ ഒരു കാറിന് ഇഞ്ചിനൊക്കെ ഒറ്റയ്ക്ക് അവർ എടുത്ത് പോകും. അവന്റെ ആരോഗ്യത്തിന് അവരുമായിട്ട് നമുക്ക് മുട്ടിക്കാൻ പറ്റില്ല. അതുപോലെ എത്ര കഞ്ചാവ് കൊടുത്താലും എന്തായാലും ആരോഗ്യത്തിന് കുറവില്ല. കഞ്ചാവ് അവരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം പറയുന്നത്. കഞ്ചാവാണ് ആരോഗ്യത്തിന്റെ രഹസ്യം. നമ്മള് ഈ എപ്പിസോഡുണ്ടല്ലോ കഞ്ചാവിനെ പ്രൊമോട്ട് ചെയ്യാനോ നമ്മുടെ നാട്ടിലത്തെ പിള്ളേരെ വഴിതിരിക്കാനൊന്നല്ല. മദ്യപാനം പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം. ഇത് ജമൈക്ക എന്ന രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ജമൈക്ക എന്ന രാജ്യത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഡയറക്റ്റ് ഒത്തൻറ്റിക്കായിട്ട് എത്തിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ബോബ് മാർലി സാധനം എത്തിട്ടോ. ഓ ചെറുതായി കേട്ടോ, ചെറുതാ സ്മോൾ. ടൂക്സിൽ ഇപ്പം നമുക്ക് പറ്റാത്ത കാരണം നമുക്ക് കിട്ടിയില്ലടാ. അത് ഇത്തിരി ടൈറ്റാ. എല്ലാവരും ചില്ലിങ്ങിലേനാട്ടാ പാട്ടൊക്കെ വെച്ച് ബീർ അടിച്ചിട്ടില്ലേ. വീക്കെൻഡ് അവർ പൊരിച്ചോണ്ടിരിക്കട്ടോ. അവിടെ എല്ലാവരും ബീർ പബ്ലിക് അടിക്കാല്ലേ. കള്ള എവിടെ കുടിക്കാം. തൃശ്ശൂര് അങ്ങാടിയിലത്തെ കടകൾ പോലെ രാസ്ത വലിക്കണതിന്റെ ഇതാണ് റോളിങ്. കഞ്ചാവ് റോൾ ചെയ്യട്ടാ. ഇത് ഗഞ്ചാ. Yeah, this is ganja. See there, see, I got ganja in the bag. See there. കഞ്ചാവ് സിമ്പിളായിട്ട് മുമ്പിൽ ഇരുന്നിട്ടുണ്ടല്ലോ, വഴിയിൽ ഇരുന്നിട്ട് കഞ്ചാവ് സിമ്പിളായിട്ട് വലിക്കുക. അത് എങ്ങനെ വലിക്കണമെന്ന് ഇപ്പൊ പഠിപ്പിച്ചിട്ടോ അവര്. You can roll one. We can show him. You can roll it one. Yeah, man. I tell you one make a roll now. Fire roll one and show him how you roll it there. ആ ചേച്ചി ഇവിടെ ഇവരെല്ലാവരും താമസിക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ അലക്കിടന്ന് പിടിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇവരിവിടെ കച്ചവടം ചെയ്യണ്ടോ. Spanish? Yeah. Indian. Oh, okay. Yeah. കഞ്ചാവ് നേരെ സെറ്റ് ചെയ്തു. And we roll it like this. Yeah. You understand me? Yeah. We roll it. And roll it? Yes, and when we do, and sometimes we will tear a piece of the paper because it's too much. Yeah. You understand me? You can see the paste too. Yeah. This is the gum. Gum. Yeah, this is the gum. So we don't want the gum. Yeah. So we don't tear that, and we don't use this. Yeah. We use this piece. Yeah. Don't wait like this. അവർ തുപ്പലം കൊണ്ട് ഒട്ടിക്കണം അല്ലേ. Yeah. And when you bend this round this, it's okay. When you bend this right here, it's okay. You understand me? Yeah. So when you don't know, you you light it. Yeah. Good feeling? Nice, bro. Nice, man. Nice, bro. Thank you. Yeah, one love. You know that? Yeah. Just look around. Use the hair. Yeah, his hair is big one. This is Ras. This is Ras. Rasta hair ഉണ്ടോ? Yeah, this is Bob Marley. Bob Marley. We love Bob Marley. Bob Marley. Bob Marley. Bob Marley. Big fan. Big fan. One love. Thank you. എന്ത് നല്ല മനുഷ്യന്മാരല്ലേ, ആലോചിക്കാൻ പറ്റൂ. ഇതാണ് ഇവിടുത്തെ കൾച്ചർ കേട്ടോ. രാസ്ത കൾച്ചർ നമ്മള് എല്ലാതും നാളെ ചെയ്യാൻ വേണ്ട, എല്ലാം നമ്മുടെ മുമ്പിലേക്ക് വരണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എപ്പിസോഡ് വരുമ്പോൾ അത് എടുത്ത് പോകണം നമ്മൾ കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജപ്പാൻ വണ്ടികളാണ് ഇവിടെ ഫുള്ള് പറഞ്ഞാ. ഈ റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സി ആണല്ലേ. റെഡ് നമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ടാക്സി ആണ് കേട്ടോ. ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ്, വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് അല്ലേ. യെല്ലോ ബോർഡ് ഗവൺമെന്റ് വെഹിക്കിൾ. യെല്ലോ ബോർഡ്. എല്ലാ ബിൽഡിങ്ങുകളും പല കളറുണ്ടോ നോക്കിയാൽ. ഇത് പള്ളിയാണല്ലോ, ബ്രാംവെൽ ബോത്ത് മെമ്മോറിയൽ ഹാൾ.
ഇവിടെ ബസ് സർവീസ് ഒക്കെ ഈ ഐലൻഡിന്റെ എല്ലായിടത്തേക്കും പോകില്ലേ ബസ് സർവീസ് ഒക്കെ? വലിയ ബസ് കിങ്സ്റ്റൺ ടൗണിൽ മാത്രമേ ഉള്ളൂ, ടൗൺ സർവീസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തേക്കും ഇവിടെ ടാക്സിയാണ്. നമ്മൾ നാളെ വിട്ട് പോകണം ഇവിടെ അല്ലേ? നാളെ വിട്ട് പോയി നമ്മള് കുറെ കൺട്രി ലൈഫ് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക. നമ്മൾ ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാന്ന് പറയും. നമ്മൾ ടൗണും പരിപാടിയൊക്കെ കണ്ട് നാളെ നമ്മൾ കഞ്ചാവിന്റെ വേറെ ലോകം, ഗ്രാമങ്ങളിലെ ഫുഡ്, എന്തുകൊണ്ട് ജമൈക്ക ഒളിമ്പിക്സിലും എല്ലായിടത്തും ഏറ്റവും വലിയ സ്പ്രിന്റേഴ്സ് ആയുള്ള കാരണങ്ങളും ചോദ്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ നാളെ തൊട്ട് തുടങ്ങാം. ഇന്ന് നമ്മൾ പതുക്കെ ഈ നാടിനൊന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കാറ്റും ആ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെ മെമ്മോറിയൽ ഹോളുകൾ നമ്മൾ ലെഫ്റ്റിൽ കാണുന്നുണ്ട്. ഹോളുകളും പരിപാടികളൊക്കെയാണ് കാണുന്നത്. ഇന്നിപ്പോൾ സൺഡേ ആയ കാരണം പള്ളിയിൽ പള്ളിയാട്ടത്. പള്ളിയിൽ കുർബാനയൊക്കെ നടക്കുന്നുണ്ട്. ഇത് ഇവരുടെ ഡിഷിൻ്റെ പേരാണ് കുണ്ട്രിന്ന്, കടയുടെ പേരാണ്. നമ്മളിപ്പോൾ വണ്ടി എടുത്ത വഴിക്ക് കുണ്ട്രി പോട്ട്. ആ കൺട്രി എന്നല്ലേ നിങ്ങളിത് കാണുമ്പോൾ തിരിച്ചു പോകണ്ടാവില്ലേ? ഇവരൊക്കെ ചിരിക്കൽ സ്പോട്ടാണത് കുണ്ട്രി. പിന്നെ ഇവിടെ നാളികേരൊക്കെ ഫുള്ള് സുലഭമെന്നുള്ള നാളികേര വെള്ളം അല്ലേ? ഫുള്ള് നാളികേര. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ നമുക്ക് നാളികേരം കാണാം. ഇവിടെ സ്കൈനും ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. താജ്മഹല്, ജമൈക്കയിലെ താജ്മഹല് അത് ഭയങ്കരല്ലോ. ആർട്ടിന്റെ ഒക്കെ പീക്ക് ലെവൽ കേട്ടോ. നമ്മളേ വേറെ ലോകത്തേക്ക് ഒന്നിരിക്കട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ബോബ് മാർലി അല്ലെങ്കിൽ ഈ ആഫ്രിക്കൻസ്, ഇവർക്ക് അത് ഇഷ്ടമല്ലെങ്കിലും ഇവരുടെ ബ്ലഡിലുള്ളതാണ് കേട്ടോ ഈ സംഭവം ആർട്ട് എന്ന് പറഞ്ഞത്. നോക്കിയാൽ താജ്മഹൽ വരച്ചിട്ടുണ്ടോ? ആലോചിക്കാൻ പറ്റുമോ? ഇന്ത്യനെ അവരെത്ര റെസ്പെക്ട് ചെയ്യണം എന്നുള്ള വേറൊരു സംഭവം കൂടി കേട്ടോ നമ്മൾ ഈ താജ്മഹൽ ഇവരോട് വരച്ചു വെച്ചിരിക്കുന്നത്. നോക്കി നിൽക്കാൻ തോന്നാലേ ഇത് കാണുമ്പോൾ? ഭയങ്കര കളർഫുൾ കേട്ടോ. ഇതൊക്കെ നോക്കിയാൽ ഡെപ്ത് ഉണ്ടോ? ഫേസിൻ്റെ ഒക്കെ ഡെപ്ത് വേറെ ലെവലാട്ടോ ചേട്ടാൻ. ജമൈക്കട്ടോ ഇതൊക്കെ ഓരോ അടുത്ത് വരുമ്പോൾ ഇതൊന്നും കാണില്ലാക്കല്ലോ. നോക്കിയാലോ ഇതിൻ്റെ ഡെപ്ത് അറിയില്ലോട്ടോ നമുക്ക്. അടുത്ത് വരുമ്പോൾ ഒന്നും മനസ്സിലാവില്ലാക്കല്ലോ. നോക്കുമ്പോൾ മനസ്സിലാവണം. അങ്ങനെ വേറെ യാതൊരു ഇവിടെ കാർട്ട് വരച്ചിട്ടാ എല്ലാ ചുമരുമേ. ഇവിടെ നോക്കിയാലും എന്തെങ്കിലും കാർട്ടുണ്ട് അവിടെ വരെ. ഇത് ഇൻ മെമ്മറി ഓഫ് ചിൽഡ്രൻ കിൽഡ്. എന്തായാലും 2000-ന് ശേഷം ജമൈക്കയിൽ നടന്നിട്ടുള്ള കുട്ടികളെ കൊന്നൊടുക്കിയിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികൾ മരിച്ച ഓരോ ഇയറിൽ മരിച്ച കുട്ടികളുടെ പേരും ഏത് ഇയറിലും മരിച്ചതെന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടോ. ഇവിടെ അങ്ങനെ ക്രൈമുകളൊക്കെ ഉണ്ടല്ലോ ബേസിക്കലി. 2004 വലിയ ക്രൈം നടന്നായിരുന്നു ഇവിടെ. അന്ന് ഇവിടെ മരിച്ച കുട്ടികളുടെ പേരാണ് കൊടുത്തേക്കുന്നത്. 2004, 2015 വരെ അപ്പുറത്ത് കാണിക്കുന്നുണ്ട് പേര് കൊടുത്തേക്കുന്നത് ഇവിടെ. ഇപ്പൊ ഓരോ വർഷം അങ്ങനെ ട്രാജിക്കലായിട്ട് മരിക്കുന്ന ആൾക്കാരെ പേരോട് ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ വേറെ എന്തെങ്കിലും ആചാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും മരിക്കണതായിരിക്കും? അങ്ങനെയൊന്നുമില്ല. നാളുകൊണ്ട് അവരെ പെട്ടെന്ന് നടക്കില്ല. ചില മാസം കഴിഞ്ഞൊക്കെ അവരെല്ലാവരും സൗകര്യം നോക്കിയാണ് നടക്കുന്നത്. അങ്ങനെ ഇതൊക്കെ ഉള്ളൂ. അതെ. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഇത് കണ്ട് നടക്കുക വരുമ്പോൾ ഇവിടെ നമുക്ക് മാവ് കാണാട്ടോ. വഴിയിലൊക്കെ ആരും പൊട്ടിക്കാണ്ട് കൊണ്ടുവന്നു. നോക്കിയാൽ വഴിയിലൊക്കെ സിമ്പിളായിട്ട് ഉണ്ടായിരിക്കട്ടോ. നോക്കിയാൽ ആർക്കും വേണ്ടത് ആരും കൊണ്ടുപോകുന്നില്ലേ ഏട്ടാ? പഴം മാത്രം കഴിക്കളോ? പച്ച പറിക്കാൻ ഇവർക്ക് ഇഷ്ടപ്പെടില്ല. അവർ പഴുത്ത മാത്രം യൂസ് ചെയ്ത നമ്മൾ പച്ച പറിച്ച് ഒരു വഴക്ക് പറയും. എന്തോരം മാങ്ങിയുണ്ടായി നിൽക്കണ നോക്കിയാൽ കൊല്ലാന്ന് റോഡ് സൈഡിലൊക്കെ ഉണ്ടായി നിൽക്കട്ടോ. ഒരു മാങ്ങ കഴിച്ച് കഴിച്ചാലോ അതിന് ടേസ്റ്റ് അറിയണ്ട. വലിയ പുളിയില്ലല്ലേ? കുറേ നാളെ ഞാൻ മാങ്ങ വെച്ചിട്ടാ. നോക്കിയാൽ അത് ഇതല്ല നോക്കണ്ട. ഇത് നോക്കിയതാണോ വാളാട്ടുകളാണ് മൊത്തം. ഓ ഹെവി. ഈ സ്ട്രീറ്റ് 2 സൈഡും വാളാട്ടാന്നോണല്ലേ ചേച്ചിയെ? ഈ സ്ട്രീറ്റിൻ്റെ അറ്റ നോക്കിയാൽ അത് വേണം. എല്ലായിടത്തും വാളാട്ടാട്ടോ. ശരിക്കും ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്തിട്ട് ആൾക്കാർ വരയ്ക്കണം. ടൂറിസ്റ്റിന് വേണ്ടി മാത്രം ഇവിടെ ഡൗൺടൗണിൽ ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ വാളാട്ട് ഇപ്പോൾ വരച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വരച്ചോണ്ടിരിക്കുകയാണ്. ഇതിപ്പോ നിങ്ങൾ നാളത്തേക്ക് വാളാട്ടില്ലെങ്കിൽ ഈ ഒരു സ്ട്രീറ്റിന് ഇതിനൊരു ഭംഗി ഉണ്ടാവില്ല. ഇത് ആർട്ട് വരച്ചപ്പോൾ ഉള്ള വ്യത്യാസമാണ്. ഈവൻ ഷട്ടർ വരെ കടയുടെ ഷട്ടർ വരെ അവര് അടച്ച ആ റേഞ്ചിലേക്ക് വെച്ചിരിക്കുകയാണ്. ഹുസൈൻ ബോൾട്ടിന്റെ വീട് കാണാൻ പോകണം നമുക്ക്. ഇതിങ്ങനെ പോകുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. അതൊന്ന് ബാക്കിലേക്ക് പതുക്കെ ഇറങ്ങിക്കണം. എൻ്റെ പൊന്നു, നമ്മൾ ഇവിടുത്തെ ആർട്ടിനെയും ഇവിടുത്തെ സംഭവത്തിനൊക്കെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യണമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോഴേ ഇവിടെ ഗ്രില്ലിട്ട് വെച്ച AC കാണാം നമുക്ക്. അതെന്തുകൊണ്ടായിരിക്കും? ഇവിടെ ജമൈക്കൻസ് നല്ല കള്ളന്മാരുണ്ട്. അവർ കള്ളന്മാർ കൊണ്ടുപോകും AC. എല്ലാവരും നമ്മുടെ അടുത്ത് എല്ലാ വീടിനും മെയിൻ ആയിട്ടുള്ള ഗ്രില്ലാണ്. എല്ലാ വാലിലും എല്ലാ ജനലിലും ഗ്രില്ലുണ്ട് ഇവിടെ. അപ്പോൾ AC ഒക്കെയാണ് ഗ്രില്ലിട്ട് ലോക്ക് ചെയ്ത് വെക്കും. ചിലപ്പോൾ രാത്രി അടിച്ചുകൊണ്ട് പോകും. എന്താ നോക്കി അങ്ങനെയുണ്ട്. ഈ ആർട്ട് കൂടുമ്പോഴും പ്രശ്നം എന്ന് പറയില്ലേ,
അങ്ങനെയുണ്ട് കേട്ടോ. തുരുമ്പെടുത്ത് പോകും. അത് എപ്പോഴാണെങ്കിലും പോകാനുള്ള സെറ്റപ്പിൽ ഐസിരിക്കണം കേട്ടോ, വേറെ കാര്യം. അപ്പോൾ നമ്മൾ റിയലായിട്ട് കാണാൻ ആഗ്രഹിച്ച ജമൈക്കയുടെ റിയൽ ഫേസ് കാണാൻ നമ്മൾ പോകണത്. അങ്ങറ്റത്ത് വെള്ളം കണ്ടോ നിങ്ങൾ? ഇവിടുത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണല്ലോ റിസർവ് ബാങ്ക് ഓഫ് ജമൈക്കയാണോ? എന്തായാലും മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് നെതർ സോൾ 1955-59 ബാങ്ക് ഓഫ് ജമൈക്ക. ഏറ്റവും വലിയ ബിൽഡിങ്ങുകളൊന്നായിരിക്കില്ല ഈ ബിൽഡിംഗ് അല്ലേ? ബാങ്ക് പെഗാസ് ഹോട്ടൽ, അത് 16 നിലയാണ്. 16 നില. ഇത് അതിന് മേലേക്ക് നമ്മളങ്ങനെ സീ സൈഡിലേക്ക് പതൊക്കെ വണ്ടി തിരിക്കുന്ന സുഹൃത്തുക്കളെ. കണ്ടല്ലേ വെള്ളമൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ കേട്ടാ. ആ കാണാൻ എയർപോർട്ടല്ലേ, കുറെ ആൾക്കാർ ഇവിടെ മീൻ പിടിക്കാനും പരിപാടികൾക്കൊക്കെ നിൽക്കുന്നുണ്ടാ. എത്ര ആൾക്കാരെ മീൻ പിടിക്കാതിരിക്കണേ. ജമൈക്കൻ കോൺഫറൻസ് സെന്ററല്ലേ, കാറ്റെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ എന്തുകൊണ്ട് കാറ്റ്. ഇവിടെ ബീച്ച് ഈ സൈഡിലല്ല നോക്കുക. ഞായറാഴ്ച ആയാലും എല്ലാവരും റിലാക്സ് മൂഡാണ് മൊത്തം. നമ്മുടെ മലയാളികൾ കുറെ പേര് അവിടെ നിന്നൊക്കെ വരാറുണ്ടല്ലേ. റൂഫ് ടോപ്പ് ബാറുണ്ട്, അതിന് മേലെ ഈ കാറ്റും കൊണ്ട് ബാറിൽ ഇരുന്ന് ചില്ല് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിക്കുക. ഫുള്ള് ബീം അടിച്ചിട്ട് എന്തിനാണ് ബോട്ട് വരണ്ട ഓരോ ഇതിന്നല്ലേ. ആദ്യം മീൻപിടുത്തോട്ടെ ഇവിടെ മീൻപിടുത്തത്തിന്റെ പീക്കടിച്ചോണ്ടിരിക്കുന്ന ചേട്ടൻ ലാസ്റ്റ് ടീം തന്നെ അവിടെ ഇരിക്കുന്ന ചേട്ടാവ്. ഒരു കടലിന്റെ മക്കള കടലിന്റെ അല്ല അതിനാട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ജമൈക്ക എന്താണ്, ഇവിടുത്തെ നാടിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു അറിവുണ്ടാക്കാൻ ഇന്നത്തെ യാത്ര ഞാൻ ഇന്ന് പറഞ്ഞേക്കണ്ട. ഞാനെടുത്ത് ഇന്ന് എനിക്ക് റെസ്റ്റ് വേണം. ഇന്ന് ചെറിയ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് സെറ്റ് ആവുള്ളൂ. പക്ഷെ ശരിക്കും റിയൽ ജമൈക്കൻ കൾച്ചറും പരിപാടികളൊക്കെ ഇതിനിടയിൽ പോകണമെങ്കിലും അവരുടെ ഗ്രാമങ്ങളിൽ പോയിട്ട് നമ്മൾ ഇനി നാളെ മുതൽ ഇവിടുത്തെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സംഭവങ്ങളൊക്കെ അടിക്കാൻ പോണത് അല്ലേ. രാവിലെ ആത്മാവിന്റെ അടിത്തട്ടിലേക്ക് ഒരു അഴുക്ക് ചാല പോണത്. പക്ഷെ ആ അഴുക്ക് ചാലിന്റെ ചുമരുമ്പോ ഒരു ആർട്ട് വരച്ചോ വേസ്റ്റ് കത്തി പിടിച്ചിട്ടുള്ളല്ലേ. ഫയർഫോഴ്സ് ഒക്കെ ഒന്ന് തീ അണക്കിണ്ടോ. ഫ്രിഡ്ജ് കത്തിയോടാ, ഫ്രിഡ്ജ്. വെൽക്കം ടു പെരഡൻ ഗാർഡൻ. എവിടെ പോയാലും ആ മഞ്ഞയും പച്ചയും ബ്ലാക്ക് ആട്ടോ അവരുടെ എല്ലായിടത്തും ഒരു കളറ്. അതിനടുത്ത് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വഴിയുടെ സൈഡിൽ മഞ്ഞ പെയിന്റ് അടിക്കില്ലേ, ആ മഞ്ഞ പെയിന്റ് അടിക്കുമ്പോൾ അതിന് മേലെ പുല്ല് വളരുമ്പോൾ ഈ ജമൈക്കൻ ഫ്ലാഗിന്റെ കളറിലേക്ക് മാറാം. ശരിക്കും അത് മഞ്ഞ കളർ അടിക്കേണ്ടത്, പക്ഷെ അതിന്റെ അപ്പുറത്ത് ഒരു പച്ച വരുമ്പോൾ അത് ജമൈക്കൻ ഫ്ലാഗിന്റെ കളറായി മാറിയിട്ടാണ് സംഭവം. നമ്മളിനി കാണാൻ പോണതേ നമ്മളെന്നും വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രിക്കറ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ വന്ന് അതും ജമൈക്കയില് ക്രിസ് ഗെയിലിന്റെയും ബ്രെയിൻ ലാറയുടെ ഒക്കെ നാട്ടില് ഹോം ടൗണിൽ വന്നിട്ട് നമ്മൾ സ്റ്റേഡിയം കാണിക്കാണ്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റും. നമ്മളടുത്ത് തന്നെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം കണ്ടിട്ടാണ് ഇനി അടുത്ത ലൈൻ പിടിക്കാൻ പോകണോ. വെൽക്കം ടു ജമൈക്ക. ഇതിന്റെ പേര് സബീന പാർക്ക്. സബീന പാർക്ക് നമുക്ക് നാളെ കണ്ടാലോ. ഇന്നത്തെ എപ്പിസോഡ് നമ്മളോട് അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ജമൈക്കൻ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടോ.